ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇത് ഞങ്ങൾ പഠിച്ച സ്കൂളാണ്. അതായത് എറണാകുളം സെൻറ്റ് ആൽബർട്ട്സ് സ്കൂളിൻ്റെ അകത്തേക്കാണ് ഇന്നത്തെ യാത്ര. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കിട്ടാവുന്ന നമ്പറൊക്കെ വെച്ച് ആഡ് ചെയ്ത് കുറച്ച് പേരെ, അപ്പോൾ അതിൽ ഞങ്ങൾ കുറച്ച് പേര് ഈ ഒരു ദിവസം കാണാമെന്നും പറഞ്ഞങ്ങനെ വന്നേക്കണേണ്. അപ്പോൾ ഇതേ ഫസ്റ്റുള്ള ബിൽഡിങ്ങിന് ഇതിനൊന്നൊരു മാറ്റവും മാറ്റില്ല. ആ ഒരു ഭംഗിയിൽ തന്നെ ഇപ്പോഴും പിടിച്ച് നിർത്തിയിട്ടുണ്ട്. കാരണം പല സിനിമകളിലും നിങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ബിൽഡിങ്ങുകൾ. പിന്നെ ഇവിടെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഗാർഡനും ഗേറ്റും ഒരു മതിൽ കെട്ടൊക്കെ വന്ന്. പിന്നെ ഈ ബിൽഡിങ്ങിലായിരുന്നു NCC അവർക്കറിയാം. നമ്മുടെ ഫ്രാങ്കോ സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഡ്രസ്സും മറ്റൊക്കെ വെച്ച് അവിടെ ഇരുന്നല്ല നമ്മുടെ ഒരു കളരി അല്ലേ. പിന്നെ അതുപോലെ ഇപ്പുറത്ത് നമ്മുടെ കളിസ്ഥലം കണ്ടല്ലോ അല്ലേ. എൻ്റെ കൂടെ രഞ്ജിത്തുണ്ട് കേട്ടോ. ഞാൻ രഞ്ജിത്തും പിന്നെ അവിടെ 2-3 പേര് വെയിറ്റിംഗ് ആണ്. അവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം, ആരൊക്കെ ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം. രഞ്ജിത്ത് ഇപ്പോൾ പോളണ്ടിലാണ്. അവൻ ലീവിൽ വന്നപ്പോഴാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടിയത്. പിന്നെ ഇത് നമ്മുടെ കളിസ്ഥലം. ഇവിടെ പഴയ UP സ്കൂളിൻ്റെ കെട്ടിടം എല്ലാം ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. എന്തായാലും ഇങ്ങനൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ ജോസഫ് ആൻ്റണിയോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നത്. അതൊക്കെ നമുക്ക് എൻഡിൽ പറയാനുണ്ട്. എന്നാലും ഒന്ന് പറഞ്ഞാണ്. അപ്പോൾ വളരെ ചുരുക്കം കുറച്ച് പേരെ കണ്ടുകിട്ടിട്ടുള്ളതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ പലരെയൊക്കെ ഗ്രൂപ്പിൽ പലരും അവിടെ നിന്നൊക്കെയായിട്ട് ഓർത്തെടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളാരെങ്കിലും അതിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ആരെങ്കിലും കോൺടാക്ട് ചെയ്യുക. എന്നെയാണെങ്കിലും മറ്റുള്ളവരാണെങ്കിൽ നിങ്ങളുടെ നമ്പറിലൂടെ കോൺടാക്ട് ചെയ്യുക, അതിനകത്ത് ആഡ് ആവുക. വളരെ സന്തോഷം തോന്നി. പിന്നെ കാണുന്ന ഈ ബിൽഡിംഗ് ഒരു നഴ്സറിയാണ്. പിന്നെ തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് പറയണ്ടല്ലോ, ഈശോ ഭവൻ. അന്ന് നമുക്ക് പ്രായത്തിന് മൂത്താണെങ്കിലും അവിടെ കോളേജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കണമെങ്കിൽ യാതൊരു കുറവുണ്ടായില്ല. അവിടെ പ്രായപരിധിയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അവന്മാർ കുറച്ച് നേരം അപ്പുറത്ത് ഇതായിരുന്നു നമ്മുടെ ഹൈസ്കൂള്. അതിൻ്റെ മുന്നിൽ അവന്മാർ കമ്പനി അടിക്കുന്നുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഈശോ ഭവൻ ഇരിക്കുന്ന കോളേജ്. ഇപ്പോൾ അതൊരു ഹോസ്റ്റലാണ് കേട്ടോ. ഇതൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരുന്നത്. ഇത് കണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഒരു ഹോസ്റ്റലായി, ലേഡീസ് ഹോസ്റ്റലാണ് ആൽബർട്ട്സ് കോളേജിൻ്റെ. മറ്റവന്മാർ അവിടെ തന്നെ ഉണ്ട്, പോയി അതിൻ്റെ മുമ്പിൽ തന്നെ പോയി നിൽക്കണം. ഇപ്പോഴും ഒരു മാറ്റമില്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് പേരുണ്ട്, അവരെയും കൂടെ ഓടിച്ചിട്ട് കാണിച്ചിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ. പിന്നെ ഇങ്ങനെ നടക്കണത് കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? അവന് ആദ്യം അതിൻ്റെ മേളിൽ കയറി അത് ഇങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് അവൻ ചാടിപ്പോയി. സിനിമ കാണാൻ പോയ വഴികൾ നോക്കി പോണേന്ന്. ഇപ്പോഴും എടാ ഒന്ന് വേണേൽ ചാടി നോക്കിക്കോ നീ. എടാ അറിയില്ല, നീ ചാടി നോക്കുവാണെങ്കിൽ അപ്പുറത്തേക്ക്. ഇവിടെ മെയിൻ ചാട്ടം. ഏത് സാധനം? ടോയ്ലറ്റാ? ചാടണത് എൻ്റെ മെയിൻ സ്പോട്ട് തന്നെ. അവിടെ ഇവിടെ വീടൊക്കെ ഇട്ടാ ഈ ഗ്യാപ്പിൽ കൂടെ. അന്ന് എനിക്ക് പോകണത് ഇവിടെ കൂടി ചാടാൻ തോന്നും. ഇതിലൊക്കെ പോകാൻ തോന്നും. അമ്മ അതിലൊക്കെ ചാടിയ സ്ഥലങ്ങളെല്ലാം നോക്കിയിട്ട് പോകണേണ്ടാ. അല്ല, ഇതിൽ വന്ന് വീട്ടിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഈ വഴി പോക്കാണ്. പിന്നെ സരിത സംഗീത അല്ലെങ്കിൽ മൈമു എന്നൊക്കെ കിടക്കണല്ലേ നമുക്ക് ഷേണൈസ്. ഞാൻ പറഞ്ഞിരുന്നു ഈശോ ഭവൻ ഇപ്പോൾ ഗേൾസ് ഹോസ്റ്റലാക്കി. അധികം അങ്ങോട്ട് സൂം ചെയ്യണ്ട. ഇപ്പോൾ നല്ല കാലമല്ല, പുരുഷന്മാർക്ക് സൂക്ഷിച്ച് ബുക്കിക്കണ്ട അത്ര തന്നെ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സെൽഫിയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിരിഞ്ഞു. പിന്നെ നമ്മുടെ മാട്ടിയേറിന് ഇട്ട് കൊടുത്ത ലൊക്കേഷൻ നോക്കി നമ്മൾ രഞ്ജിത്ത് ഒരു വഴി കൊണ്ടുപോയില്ലേ. എവിടെയാണ് എത്തിയെന്ന് ഒരു ഐഡിയ ഇല്ല. പിഴയുടെ ഭാഗത്താണ് വഴി തീർന്ന്. അവിടെ കാർ അവിടെ വരെ എത്തുള്ളൂ. ഇത് നോക്കി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരിക്കണേ. എന്തോ 3.5 കിലോമീറ്റർ അപ്പുറത്താണ് വേറെ ലൊക്കേഷൻ കാണിക്കണം. അതാണ് രസം. അത് ലെഫ്റ്റാണ് പോകണമെങ്കിൽ ഇത് റൈറ്റാണ് പോയേക്കണം. അതാണ് ഏറ്റവും വലിയ കോമഡി. എന്താ സംഭവിച്ചതെന്നൊരു ഐഡിയ ഇല്ല. ശേഷം നമ്മൾ അങ്ങോട്ട് എത്തിപ്പെട്ടിട്ട് എന്തായാലും പിഴയുടെ പൊക്കാളി ടൂറിസം ഫാം. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെയാണ് ഒരു ചെറിയ റൂമൊക്കെ എടുത്തിട്ട് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കിടക്കുകയാണ്. നമ്മൾ വന്ന വഴി അല്ലെങ്കിൽ പോണ വഴി ഇങ്ങനെ ഉണ്ടാ ഫുള്ള് മീൻകെട്ടിൻ്റെ നടുക്കായിട്ടാണിത് ഏകദേശം ഈ പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ പോകണമെങ്കിൽ അതിൻ്റെ നമ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ലൊക്കേഷൻ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചത്. നമ്മൾ ഇതിലെയാണ് വന്നത്. ഇങ്ങോട്ട് കാറ് വരില്ല, പക്ഷേ തൊട്ടടുത്ത് വരാൻ കാറെത്തും. ശേഷം ഇതുണ്ടാ ആ കരിക്കുന്നവന്മാർ കണ്ടില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് ഭാഗ്യം കാണാഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഒന്നിനും ഓടിച്ചിട്ട് കാണിച്ചിട്ടുണ്ടാ. ഇതണ്ട ഭയങ്കര രസമുണ്ടാകും. ഫുള്ള് ചുറ്റിലും വെള്ളമാണ്, അല്ലെങ്കിൽ കെട്ടുകളാണെന്ന് പറയാം. പിന്നെ അവിടെ തന്നെ സ്റ്റേ ചെയ്യാനുള്ള റൂമും ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ സ്റ്റേ ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കമ്പനി വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. അതുകൊണ്ടാ ഭയങ്കര മനോഹര കാഴ്ചയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അല്ല, അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ അവിടെയും കെട്ടുകളാണ്. അത് കണ്ടോ. അപ്പോൾ
അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഉണ്ട് എല്ലാത്തിനെയും കാണുന്നത് നമ്മുടെ ആൽബർട്സിലെ സുഹൃത്ത്. അപ്പൊ 25 കൊല്ലം ആക്കെ എടുത്ത് പറയണോ, നമ്മുടെ ഏജൊക്കെ പുറത്ത് വരും. അപ്പൊ ഉണ്ടല്ല ആദ്യത്തെ ഒരു കാര്യം നമ്മൾ ചോദിക്കാൻ പോണ നമ്മുടെ കാണികൾക്ക് വേണ്ടി 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂട്ടത്തിൽ മാർക്ക് മേടിച്ച വ്യക്തിയാണ് ഇരിക്കണത്. എടാ നിന്റെ മാർക്ക് എത്രയായിരുന്നു? റാങ്ക് മേടിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പഠിച്ചത്. പക്ഷെ എനിക്ക് കിട്ടിയത് 266. അപ്പൊ നിങ്ങൾ ഇപ്പൊ ശരിക്കും ഇനി ബാക്കിയുള്ളവർ കേട്ടാ അതിലും കോമഡി ആയിരിക്കും. എടാ നിനക്ക് എത്ര ഉണ്ട്? 110. അത് കുഴപ്പമില്ല. മാറ്റി നിനക്ക് എത്ര ഉണ്ട്? 17. എനിക്കൊരു 150 ആ റേഞ്ചേ ഉള്ളൂ. എടാ നിനക്ക് 350 മാർക്കിന്റെ കുറവ്. 350 മാർക്കിന്റെ എനിക്ക് 257. നീ 257 ഞാൻ പാസ്സായില്ല. എന്റെ കൂടെ അല്ലേ വെച്ചേ? 210. ഇനി ഇവന്മാരെല്ലാം ചോദിച്ചിട്ട് ഞാൻ എന്റെ പറഞ്ഞ മോശമല്ല. 218. അതിന് എന്താണ് പറഞ്ഞത്? 300 മുകളിൽ മാർക്ക് മേടിച്ചേക്കണ ഒരാൾ കൂടി ഇല്ല. അതാണ് നമ്മുടെ സൗഹൃദം. മാർക്ക് കുറവാണ്. അവരനുഭവിച്ച ആ യാതനകളും ആ തല്ലും അതിന്റെ ഇടയിൽ അവര് അനുഭവിച്ച ആ ഒരു. പിന്നെ എനിക്ക് വേണമെങ്കിൽ മേടിക്കാറുണ്ട്. ഞാൻ എന്താണെന്നറിയോ, കൂട്ടുകാരുടെ ഇടയിൽ അതൊരു ഈഗോ അടിക്കും. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം എഴുതാൻ ഞാൻ പറയാറുണ്ട്. ലാസ്റ്റ് ബെഞ്ചുകളിലാണ്, ആദ്യ ബെഞ്ചുകളിൽ അവർക്ക് ഉറങ്ങാണ്ട് ടീച്ചറിന്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കണം. നമുക്ക് എന്ത് വേണേലും കാണിക്കാം. അവരുടെ പഠിത്തത്തിൽ അവരുടെ കരിയറിലൊക്കെ ശ്രദ്ധിക്കാൻ ആൾക്കാരായിരിക്കും. നമ്മ എന്തെങ്കിലും ശ്രദ്ധിക്കാൻ നോക്കണം. ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മ ഒരുമിച്ച് കൂടാനുള്ള എന്താണ് പറഞ്ഞത്? ജോക്കറായിട്ട് നീ എടുക്കാൻ ജോക്കറായിട്ട് നീ അവിടെ ഇവിടെയൊക്കെ തിരണ്ടി നടക്കണല്ലേ? നീ എടുക്ക്, നീ ഫോട്ടോ എടുക്ക്, നീ വധൂരി വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. എടാ വധൂരി, നീ എന്നെ എടുക്കണ, നീ എന്നെ ഫേമസ് ആക്കണ. എടാ ഈ തെണ്ടിയില്ലേ ജോക്കറായിട്ട് അങ്ങാട് കണ്ടേ? എടുക്ക്, നീ എല്ലാം എടുക്ക്. നീ ഇതേ കൂട്ടിന് ഒരുത്തനെ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അവൻ എനിക്ക് തോന്നുന്നു അവിടെ ആര് ഗസ്റ്റ് വന്നാലും അവരുടെ കൂടെ കൂടിക്കോളും. അങ്ങനത്തെ ഒരു രീതിയാണ് ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൽവിൻ്റെ അമ്മിച്ച് വെച്ച എന്താണ് വാലടിയും ബ്രെഡും ഉണ്ടായിരുന്നു. ടക്കിടിലും വാലടി ആയിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ അതിന് കഴിച്ചിട്ടിരിക്കുമ്പോഴാണ് കുറച്ച് വൈകിയാണ് നമ്മുടെ ലിജിന് എത്തിയിട്ടുണ്ട്. അവനെയും കൂടി നമ്മുടെ വീഡിയോ കാണിക്കുകയാണ്. അതാണ്. അപ്പൊ എന്തായാലും സന്തോഷം. നമ്മുടെ എത്ര 25 കൊല്ലോട്ട് കഴിഞ്ഞിട്ടില്ല എല്ലാരെയും കാണാൻ പറ്റി. അതിന് മുൻപന്തി എടുത്തത് ആരാണ്? ജോസഫ് ആന്റണി. ഇവിടെ ഇവനാണ് അതിന്റെ ആള്. എന്തായാലും സന്തോഷട്ടാ. എല്ലാവരും നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ചെറിയൊരു ടൈമിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. വളരെ സന്തോഷം. പുറത്തേക്ക് പോയിക്കണേ, കടയിൽ പോയിക്കണേണ്. അതുകൊണ്ടാണ് അവർ ഉൾപ്പെടുത്താത്തത്. കാരണം ജോസഫ് ആന്റണി മോനെയാണ്. അപ്പോൾ ജോസഫ് ആന്റണിയാണ് ഇതിന്റെ മെയിൻ എന്താണ് കീ അല്ലേ? അതുകൊണ്ടാണ് അപ്പൊ തന്നെ ഉമ്മ ഇടി. റിസോർട്ട് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മാറ്റിയിട്ടാണ് എല്ലാം വന്ന് ഒറ്റക്കടിക്കാന്ന് പറഞ്ഞാൽ പൈസ നിനക്കും കിട്ടി. എടാ ഈ വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് കിട്ടിയില്ല. എന്തിനോട്ടെ പോട്ടെ. അതാണ് സന്തോഷം. എല്ലാരോടും സന്തോഷം. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പെണ്ണാച്ചേരാന്ന് ദിവനാ കണ്ടല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ പെണ്ണുമാണ് ആണുമാണ് എല്ലാം ചങ്കാണ്. ഞങ്ങളെ പെണ്ണും അല്ല എല്ലാം കൊണ്ടും ഞങ്ങളെ കൂട്ടി ഇവിടെ കൊണ്ടുവന്നത് അറിയാൻ എന്തായാലും ഭയങ്കര സന്തോഷം. കാരണം ഇങ്ങനൊരു സൗഹൃദ കൂട്ടായ്മ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയിട്ട് ഒരു വീഡിയോ ഇട്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.